എല്ലാം ഉണ്ട്. കിടിലം പടം. ഇതിനു വേണ്ടിയാണോ കാത്തിരുന്നത്? ലൂസിഫർ ഒന്നുമല്ല, തുടരുവാണ് പടം. കിടിലം പടം. ഭയങ്കരമായിട്ട് നമുക്ക് കണക്ട് ആവും. പിന്നെ ഓരോ ഫൈറ്റ് ഒക്കെ ആണെങ്കിലും നമുക്കത് വേണം തോന്നും. വില്ലനൊക്കെ ഒരു രക്ഷയില്ല. അടിപൊളി ഫൈറ്റ്, അടിപൊളി. ആ ഫൈറ്റ് നമുക്ക് വേണമെന്ന് തോന്നും. അമ്മാതിരി ലെവൽ സാധനം. കിടിലം പടം. എമ്പുരാൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ തുടരുന്ന ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അമ്മാതിരി സാധനം. പ്രതീക്ഷയ്ക്ക് ഒത്ത് ഇങ്ങനെ നമ്മൾക്ക് നമ്മുടെ പഴയ മോഹൻലാലിനെ കാണാൻ പറ്റും. പഴയ ആ ഒരു ഫാമിലി ഓഡിയൻസിനുള്ള ആ ഒരു മാസ് ഹീറോക്കുള്ള അതുപോലത്തെ ഒരു മോഹൻലാലിനെ നമുക്ക് കാണാൻ പറ്റും. ശോഭന മാമും ഉണ്ട്. എന്നിരുന്നാൽ പോലും ലാലേട്ടനാണ് ഫുൾ ഓണായിട്ട്. ഭയങ്കര രസമാണ്. ഒന്നിക്കൂടുതൽ തവണ കാണാനുള്ളത്. ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടും, ഒരു മാസ് ഓഡിയൻസിന് ഇഷ്ടപ്പെടും, എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് എടുത്തു വെച്ചത്. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര കണക്ഷനാണ്. അല്ല, അവരുടെ കോംബോയ്ക്കാണ് നമുക്ക് പടം ഇരുന്ന് കണ്ടിരിക്കാൻ തോന്നും. അവരുടെ കോംബോ അടിപൊളിയുണ്ട്, നല്ല കോമ്പിനേഷനൊക്കെ അടിപൊളിയുണ്ട്. പക്ഷെ മൊത്തത്തിൽ നമുക്ക് പടം ആസ്വദിച്ച് കാണാൻ പറ്റും. ഫൈറ്റാണ് ഫുള്ള്. ഫാമിലി ആക്ഷൻ പടമാണ്. ഫൈറ്റാണ് പടം. എങ്ങനെ ഫാൻസിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ അതോ ഇത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലുള്ള, എല്ലാ പ്രേക്ഷകർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ, അല്ല ഫാൻസ് മാത്രമല്ല എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ. എമ്പുരാനെ പോലെ പടമില്ല. ഇതൊരു ഫാമിലി പടമാണ്. അടിപൊളി. സോങ് ഒന്നും നമ്മൾ ഇതുപോലെയല്ല നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ സോങ് എല്ലാം കൂടെ ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ഗുഡ് ഫീൽ വന്നത്. നമ്മൾ സോങ് ഒന്നും അല്ല ശ്രദ്ധിക്കുന്നത്, ഇതിൻ്റെ കഥയൊക്കെ സോങ്ങിനൊക്കെ അപ്പുറമാണ്. ലാലേട്ടനും ശോഭനമാവും കുറെ നാൾക്ക് ശേഷമാണ് ഒന്നിച്ച് വരുന്നത്. അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതൊക്കെ സൂപ്പറായിരുന്നു. അവരുടെ രണ്ടിനെ കോംബോ നമ്മൾ ഒത്തിരി കാലമായിട്ട് പ്രതീക്ഷിച്ചിരുന്നതാണ്. സൂപ്പർ കോംബോ. ഇത് കോംബോ ഒന്നല്ല നമ്മൾ ശ്രദ്ധിക്കുന്നത്, കഥ തന്നെയാണ് ഇതിനകത്ത് താരം. ഡയറക്ഷനൊക്കെ സൂപ്പർ. തൻമൂർത്തി മോഹൻലാലിനെ കംപ്ലീറ്റ് ആയിട്ട് പുറത്തു കൊണ്ടുവന്നു. ഫൈറ്റ് ഒക്കെ പ്രതീക്ഷിച്ചാണോ വന്നത്? ഫൈറ്റ് പ്രതീക്ഷിച്ചേ ഇല്ലായിരുന്നു. പക്ഷേ ഈ ഫൈറ്റ് കണ്ട് ഞെട്ടിപ്പോയി. കിൻഡൽ ഇടിയാണ് അടിക്കുന്നത്. ഫാൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ സിനിമ എടുത്തേക്കുന്നത്? നിങ്ങൾക്ക് ഫാനിനെ കാണണോ? നേരെ നോക്കിക്കോ. ഇതാണ് മോഹൻലാലിന്റെ കണ്ട ഫാൻ. ഒന്നിൽ കൂടുതൽ തവണ തിയേറ്ററിൽ കാണാനുള്ളതുണ്ടോ? തിയേറ്ററിൽ മാത്രമേ കാണാവുള്ളൂ. തിയേറ്ററിൽ കാണാനുള്ളതേ ഉള്ളൂ. തിയേറ്ററിൽ ഇരുന്ന് കാണണം, അല്ലെങ്കിൽ ഇതിന്റെ ഫീലൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. കാണാനുള്ള പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരെല്ലാവരും ദയവ് ചെയ്ത് വരുന്ന പൈറസി ഒന്നും കാണാതെ തിയേറ്ററിൽ പോയി കാണണം. തിയേറ്ററിൽ കണ്ടാലേ നിങ്ങൾക്ക് അതിന്റെ ആ ഫുള്ള് കിട്ടത്തുള്ളൂ. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഐ എം എ ഹ്യൂജ് ലാലേട്ടൻ ഫാൻസ് ഒരിക്കലും മിസ്സാക്കരുത്. തിയേറ്ററിൽ തന്നെ കാണുക.